ആരാ ആരാ ആരാന്ന് അതാണ് ആരാണ് ആരാ 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 കാശിത്തുമ്പച്ചെടീൻ്റെ പൂക്കള് വീഡിയോ എടുക്കുന്ന സമയത്ത് എൻ്റെ കണ്ണിൽ പെട്ടാണ് കേട്ടോ ഇയാള്. ആള് കുഞ്ഞനാണെങ്കിൽ ഒരു വെറൈറ്റി ഫീൽ ചെയ്തിട്ടോ. അതിൻ്റെ കാലും ആ മുഖം അതിൻ്റെ മൊത്തത്തിൽ ആ ഷേപ്പ് സാധാരണ കാണുന്ന സ്പൈഡറിനെക്കാളും ഒരു വെറൈറ്റി ഫീൽ ചെയ്തിട്ടോ. അതിൻ്റെ കളറും ഒരു പ്രത്യേക അതിൻ്റെ ഒരു മൂവ്മെൻ്റൊക്കെ എനിക്ക് പ്രത്യേകത തോന്നി. അതുകൊണ്ടാണ് ഞാനിത് വീഡിയോ ഇങ്ങനെ ഫോക്കസ് ചെയ്തെടുത്തത്. ആള് കുറച്ച് കുരുത്തം കെട്ട സാധനമാണ് കേട്ടോ. മര്യാദക്ക് വീഡിയോക്ക് നിന്ന് തരുന്നില്ല. എത്ര പണി പെട്ടിട്ടാണ് അറിയാം ഇത്ര അടുത്ത് നിങ്ങൾക്ക് വീഡിയോ കിട്ടിയത്. ഓടി കളിക്കാം, ഓരോ തണ്ടിൻ്റെ താഴേക്ക് പോവുക. ഞാൻ വിട്ടില്ല, പിന്നാലെ നടന്ന് വീഡിയോ എടുത്തു. എത്ര നേരം ഇവൻ്റെ നല്ലൊരു വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എത്ര നേരം വെയിലും ഉണ്ടെന്നറിയോ. പക്ഷേ അതിന് റിസൾട്ട് കിട്ടി. കണ്ട പോയി അതിൻ്റെ അടിക്ക് പോയി. ഈ ചങ്ങായിൻ്റെ പിന്നാലെ നടന്നിട്ട് ഞാൻ നിന്ന് വേറത്തിൻ്റെ തലനായിട്ട് ചൂടായി. എനിക്ക് നീരിറങ്ങി ആകെ ജലദോഷം പിടിച്ച് ആകെ തൊണ്ടൊക്കെ വേദനയായി പോയിട്ടാ. പിറ്റത്തെ ദിവസത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ സൗണ്ടിന് നല്ല ബുദ്ധിമുട്ടുണ്ട്. ഈ ചങ്ങായിനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വെയിൽ കൊണ്ടതിന് കിട്ടിയ എന്താ പറയുക പണിഷ്മെൻ്റ് എന്നോ പ്രതിഫലമെന്നോ എങ്ങനെ ആണെങ്കിലും പറയാം. എന്തായാലും ഞാൻ അവനെ വിട്ടില്ല. എനിക്ക് ഇത്രയും പണി തന്നതല്ലേ, അപ്പോൾ അവൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല. ഞാൻ മോനെ വിളിച്ച് കാട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് പോയപ്പോഴത്തേക്ക് ഓൻ മുങ്ങി. പിന്നെ കുറേ നേരം തപ്പി കഴിഞ്ഞതിൻ്റെ ശേഷം കേട്ടോ വേറൊരു തക്കാളീൻ്റെ ഇലൻ്റെ ചുവട്ടിൽ പോയി ഒളിച്ച് നിൽക്കുന്നത് കണ്ടത്. അങ്ങനെ എന്തായാലും ഞാൻ അവിടെ കുറേ നേരം നിന്നുകൊണ്ട് വീഡിയോ എടുത്തു കേട്ടോ. ഇതൊരു പ്രത്യേക തരമാണ് തോന്നുന്നത്. സാധാരണ കാണുന്ന സ്ഥലത്തിനേക്കാളും വേറെ എന്തൊരു പ്രത്യേകത ഉണ്ട്. ഇതിൻ്റെ കളർ, അതിൻ്റെ കാലൊക്കെ കണ്ടോ, ഒരു പ്രത്യേകത. ഇതിന് എത്ര കാലുണ്ട്? 1 2 8 കാലിൻ്റെ ഉള്ളൂ. ഞാൻ എപ്പോഴും ഉണ്ട് അതിൻ്റെ കാലുണ്ടാണ്. പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ കുറേ ഒരു കാലുള്ള പോലെ സാധാരണ കാണുന്ന സ്ഥലത്തിനേക്കാളും അതിൻ്റെ കാലിനേക്കാളൊക്കെ ഒരു വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നിയോ അത്? ഈ സാധനത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും പേരുണ്ടോയെന്ന് അറിയില്ല. അവന് ഓടിക്കളിക്കുന്നതുകൊണ്ട് എനിക്ക് ക്യാമറ അവൻ്റെ പിന്നാലെ ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റണില്ല. അപ്പോൾ നമ്മൾ ഗാർഡനിലുള്ള വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ കൂടുതലായിട്ട് ഞാൻ ഈ ചാനലിൽ ഇടാറുള്ളത്. അപ്പോൾ ഇവൻ പുതിയൊരു അതിഥിയാണ്. ഞാൻ ഇതുവരെ ഈ ഒരു സാധനം കണ്ടിട്ടില്ല. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്തപ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വെച്ചു. കുറേ നേരം കൂടെ നിന്ന് ശല്യം ചെയ്തുകൊണ്ടാണ് തോന്നുന്നത്. ഞാൻ പോണില്ല എന്ന് എനിക്ക് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ പിന്നെ അവനെ മര്യാദക്ക് അടങ്ങി ഒതുങ്ങി നിന്ന് കയറി തുടങ്ങി കേട്ടോ. കണ്ടോ അപ്പോൾ എത്ര നല്ല കുട്ടിയായിട്ട് ഞാൻ അടുത്ത് നിന്ന് വീഡിയോ എടുത്തിട്ടും നല്ല കുട്ടിയെ അടങ്ങി നിന്ന് തരുന്നുണ്ട്. അതിൻ്റെ കാലിൻ്റെ ഒരു വലിപ്പം നോക്ക്. കാലുമ്പോൾ തന്നെ വീണ്ടും വേറെയും കുറേ മുള്ളുകളുണ്ട് അല്ലേ. എന്തായാലും ഓരോരോ സാധനങ്ങൾ. അതിന് കൊമ്പൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. 2 കൊമ്പുണ്ട്. കണ്ടാ ഓക്കെ 2 കൊമ്പുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ചെടികളെയും പൂക്കളെയും പച്ചക്കറികളെയും കൃഷിയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നമ്മൾ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. സപ്പോർട്ട് ചെയ്ത് കൂടെ കൊള്ളണം. ഇതുപോലുള്ള വീഡിയോസ് ഞാൻ ഇനി അപ്ലോഡ് ചെയ്യാം കേട്ടോ. എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റിൽ പറയണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്രത്യേകം ഒന്ന് പറയണം കേട്ടോ. ഈ ഒരു സ്പൈഡറിന് പ്രത്യേകിച്ച് എന്തെങ്കിലും പേരുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും ആളൊരു കുറുമ്പനാണ്. പക്ഷേ ഞാൻ മെരുക്കി എടുത്തിട്ടുണ്ട്.